ഹായ് ഓൾ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്യൂമർ ഡിമാൻഡ് തിയറിയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പൊ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ കൺസ്യൂമർ ഡിമാൻഡ് തിയറിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടു. അതുപോലെ തന്നെ കാർഡിനൽ യൂട്ടിലിറ്റിയും ഓർഡിനൽ യൂട്ടിലിറ്റിയും എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. നമ്മൾ ഇനി കാണുന്നത് ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുക. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കാണേണ്ടത് ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ മേജർ പ്രൊപ്പോണ്ടേഴ്സ് ആരാണ്, അതുപോലെ തന്നെ ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ അതിനെ പറയുന്ന ടേംസുകൾ എന്തൊക്കെയാണെന്ന്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ തിയറി പ്രൊപ്പോണ്ട് ചെയ്തിരിക്കുന്നത് ഹെർമാൻ ഹെൻറിച്ച് ഗോസൻ 1854 അതുപോലെ തന്നെ ഈ പറയുന്ന ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ള പേര് നൽകുന്നത് ആൽഫ്രഡ് മാർഷൽ ആണ്. അപ്പൊ മാർഷൽ ആണ് ഈ ഒരു പർട്ടിക്കുലർ തിയറിനെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പ്രൊപ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ മേജർ പ്രൊപ്പോണ്ടർ ആരാണ്? ഹെർമാൻ ഹെൻറിച്ച് ഗോസൻ ആണ്. ഇനി ജീവൻസ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ആണ് ഈ പറയുന്ന പർട്ടിക്കുലർ ലോനെ ഗോസൻസ് ഫസ്റ്റ് ലോ എന്ന് വിളിക്കുക. അപ്പൊ ഗോസൻസ് ഫസ്റ്റ് ലോ എന്ന് വിളിക്കുന്നത് ഏതാണ്? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി ആണ് ഗോസൻസ് സെക്കൻഡ് ലോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പം ഗോസൻസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. ഇനി അതുപോലെ തന്നെ ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിനെ നമ്മൾ ഓൾട്ടർനേറ്റീവ്ലി വിളിക്കുന്ന മറ്റു പേരുകളാണ് ഫണ്ടമെന്റൽ ലോ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓർ ഫണ്ടമെന്റൽ സൈക്കോളജിക്കൽ ലോ. അപ്പൊ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഈ പറയുന്ന ഇൻഫർമേഷൻ എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആ ഒരു ലോ എന്താണെന്ന് പഠിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, ഒബ്ജക്റ്റീവ് കൈൻഡ് ഓഫ് എക്സാംസിലേക്ക് വന്നു കഴിയുമ്പോൾ കൂടുതലും ഈ പറയുന്ന മേജർ ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. തിയറീസ് ആൻഡ് പ്രൊപ്പോണ്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കുന്ന എല്ലാ ഇമ്പോർട്ടന്റ് തിയറീസിന്റെയും ക്രോണോളജിയും അതുപോലെ തന്നെ അതിന്റെ പ്രൊപ്പോണ്ടേഴ്സും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ ഹെർമാൻ ഹെൻറിച്ച് ഗോസൻ ആണ് മേജർ പ്രൊപ്പോണ്ടർ. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത് മാർഷൽ ആണ്. ദെൻ ഇതിനെ ഗോസൻസ് ഫസ്റ്റ് ലോ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ദെൻ ഫണ്ടമെന്റൽ സൈക്കോളജി ലോ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഫണ്ടമെന്റൽ സൈക്കോളജിക്കൽ ലോ എന്നൊക്കെ ഇതിന് ഓൾട്ടർനേറ്റീവ് നെയിംസ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം എന്താണ് ലോ? ഇപ്പൊ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൽഫ്രഡ് മാർഷലിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ട കാര്യം തന്നെയാണ് ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. The additional benefit which a person derives from a given increase in his stock of thing diminishes with every increase in the stock that he already has. In other words, it states that as we consume more and more unit of a commodity, the utility derived from each successive unit goes on decreasing. അല്ലെ, നമ്മളിപ്പോ ഓൾറെഡി കണ്ടതാണ്. നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന കാര്യവും അല്ലെങ്കിൽ ഓറഞ്ച് കഴിക്കുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടു. ഇതിന് ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ യൂഷ്വലി കാണുന്നത്, നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ഓട്ട മത്സരം കഴിഞ്ഞ് വന്ന് ഫസ്റ്റ് ഗ്ലാസ് ഓഫ് വാട്ടർ കുടിക്കുന്നു അല്ലെ. ഫസ്റ്റ് ഗ്ലാസ് കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. ഇനി ഒരു ഗ്ലാസ് കുടിച്ചു, നിങ്ങൾ രണ്ടാമത്തെ ഗ്ലാസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? എഗെയിൻ കുടിക്കുന്നു. അപ്പം രണ്ടാമത് കുടിക്കുമ്പോഴും നിങ്ങൾക്ക് എന്താ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് ഗ്ലാസ് കുടിച്ച് അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമില്ല. ഇനി മൂന്നാമത് ഒരു ഗ്ലാസ് കൂടെ കുടിച്ചു കഴിഞ്ഞാൽ എന്താണ്? എഗെയിൻ നിങ്ങൾക്ക് ഒരു അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പക്ഷെ ഫസ്റ്റിനേക്കാളും സെക്കൻഡിനേക്കാളും കുറവായിരിക്കും തേർഡ് ക്ലാസ്സിൽ നിന്ന് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ. അതായത് ഓരോ അഡീഷണൽ ആയിട്ട് യൂണിറ്റ് നിങ്ങൾ ഒരു കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോഴും നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന, അതായത് നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? ഡിമിനിഷിംഗ് ആണ്. ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റിയുടെ കാര്യമല്ല പറയുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി, അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ എന്താണ്? ഡിമിനിഷിംഗ് ആണ്. അപ്പം ഈ പറയുന്ന പർട്ടിക്കുലർ ലോനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുക. ഇനി നിങ്ങൾ ഒരു ഫോർത്ത് ഗ്ലാസോ ഫിഫ്ത്ത് ഗ്ലാസോ കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? വൊമിറ്റ് ചെയ്യാം. ആ ഒരു സിറ്റുവേഷനിലേക്ക് വരാം. അപ്പം ഒരു സെർട്ടൈൻ റേഞ്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? ഡിസ്യൂട്ടിലിറ്റി ഉണ്ടാകാൻ തുടങ്ങുന്നു. അത് നമ്മൾ ആ ഒരു ഗ്രാഫിലൂടെയും അല്ല ടേബിളിലൂടെയൊക്കെ നമ്മൾ ഇത് കണ്ടതാണ്. അപ്പം ഈ പറയുന്ന ഈ അഡീഷണൽ ആയിട്ട് ഒരു കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഉണ്ടാകുന്ന ഈ സാറ്റിസ്ഫാക്ഷൻ ഡിക്രീസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുക. അപ്പൊ ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ മേജർ അസംഷൻസ് ആണ് നമുക്കിനി കാണേണ്ടതുള്ളത്. അപ്പം ഓൾറെഡി നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് അല്ലെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ മേജർ ആയിട്ട് 6 അസംഷൻസ് നമ്മൾ കണ്ടിരുന്നു അല്ലെ. ആ 6 അസംഷൻസ് ഒന്ന് നിങ്ങൾ റീകോൾ ചെയ്ത് നോക്കി. ഏതൊക്കെയായിരുന്നു? ആദ്യം നമ്മൾ റാഷണാലിറ്റി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ലോ ഓഫ് കാർഡിനലി നിങ്ങൾക്ക് യൂട്ടിലിറ്റിനെ മെഷർ ചെയ്യാൻ സാധിക്കും അല്ലെ. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ് മെഷർമെന്റ് എന്നുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ് യൂട്ടിലിറ്റിക്ക് നൽകുക. ഇനി അതുപോലെ തന്നെ കോൺസ്റ്റന്റ് മാർജിനൽ യൂട്ടിലിറ്റി മൂന്നാമത്തെ അസംഷൻ ആണ്. കമ്മോഡിറ്റിയുടെ ഡിമിനിഷിംഗ് ആണ്, പക്ഷെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തത്.
ഇനി കമ്മോഡിറ്റിയുടെ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു, അതായത് ഡിമിനിഷിംഗ് മാർജിൻ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി. ഇനി അഞ്ചാമത്തെ എന്തായിരുന്നു, അഞ്ചാമത്തെ ആക്ച്വലി യൂട്ടിലിറ്റീസ് ആർ ഇൻഡിപെൻഡന്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. യൂട്ടിലിറ്റീസ് ആർ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞു. ലാസ്റ്റ് വൺ ഏതായിരുന്നു, ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ്. ഇങ്ങനെ 6 അസംഷൻസ് ഓൾറെഡി നമ്മൾ കാർഡിന് യൂട്ടിലിറ്റി അനാലിസിസിന്റെ അസംഷൻ ആയിട്ട് കണ്ടിരുന്നു. അപ്പൊ കാർഡിന് യൂട്ടിലിറ്റി അനാലിസിസിലെ എല്ലാ അസംഷൻസും എവിടെയും ആപ്ലിക്കബിൾ ആണ്, ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റിയിലും ആപ്ലിക്കബിൾ ആണ്. ഇനി അഡീഷണൽ ആയിട്ട് വരുന്ന 3 അസംഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഏതാണ്, ഓൺലി സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി ആർ കൺസ്യൂംഡ്. അപ്പം നമ്മൾ പറഞ്ഞു ഒരു ഗ്ലാസ് വാട്ടർ ആണ് നിങ്ങൾ ആദ്യം കുടിക്കുന്നത്. ഇനി രണ്ടാമതും എന്താ, ആ സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് നിങ്ങൾ കുടിക്കേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ഒരു ഓട്ട മത്സരം കഴിഞ്ഞ് വന്നാൽ ആദ്യം നിങ്ങൾക്ക് വെള്ളം തരുന്നത് ഒരു സ്പൂണോ വാട്ടർ ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ രണ്ടാമതൊരു ഗ്ലാസ്സിൽ തന്നു കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിൽ കുടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, അല്ലെ? അപ്പം ഇവിടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിരിക്കണം. ഇനിഷ്യലി നിങ്ങൾക്ക് ഒരു ഗ്ലാസ് തന്നിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് നിങ്ങൾക്ക് ഗ്ലാസ് തന്നെ ആയിരിക്കണം, തേർഡും ഗ്ലാസ് തന്നെ, ആ സെയിം യൂണിറ്റ് തന്നെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. അല്ലാതെ ആദ്യം സ്പൂണിൽ വെള്ളം തന്നു രണ്ടാമത് ഗ്ലാസ്സിൽ തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രണ്ടാമത് ഗ്ലാസ്സിൽ തരുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, അല്ലെ? അപ്പം അതുകൊണ്ടാണ് ഫസ്റ്റ് ലോ ഇവിടെ പറയുന്നത് ഓൺലി സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി ആർ കൺസ്യൂം എന്ന് പറയാം. ഇനി കൺസപ്ഷൻ ഓഫ് കമ്മോഡിറ്റീസ് കണ്ടിന്യൂസ് ആണ്. അതായത് നമുക്ക് ഇനിഷ്യലി ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ കഴിഞ്ഞു, പിന്നെ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടല്ല അടുത്ത വാട്ടർ തരേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ ഈ അഡീഷണൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ മാർജിൻ യൂട്ടിലിറ്റി എന്താവും, ഡിമിനിഷ് ആകത്തുള്ളൂ. ഈ പറയുന്ന കൺസപ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. അവിടെ ഒരു ടൈം ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈം ഗ്യാപ്പ് ഒരുപാട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ലോ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. മൂന്നാമത്തെ എന്താണ്, ഡിഫറെന്റ് ഗുഡ്സ് ആർ നോട്ട് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഈച്ച് അതർ. ആദ്യം നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ കണ്ട് രണ്ടാമത് നിങ്ങൾക്ക് പെപ്സിയോ കൊക്കോളോ അല്ലെങ്കിൽ ജ്യൂസോ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജ്യൂസ് കുടിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അപ്പം ഇവിടെ എന്താണ്, ഒരിക്കലും ഒന്നിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടുകളെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കത്തില്ല. വെള്ളമാണ് നിങ്ങൾ ഇനിഷ്യലി കൺസ്യൂം ചെയ്തെങ്കിൽ രണ്ടാമത് എന്ത് ചെയ്യണം, വെള്ളം തന്നെ കൺസ്യൂം ചെയ്യണം. ഇങ്ങനെ 3 അഡീഷണൽ അസംഷൻസ് കൂടെ നമ്മൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പം ഇനിഷ്യലി നമ്മൾ പറഞ്ഞു കാർഡിന് യൂട്ടിലിറ്റി അനാലിസിസിലെ എല്ലാ അസംഷൻസും. അപ്പം ഇവിടെ നിങ്ങൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി അസംഷൻസ് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, ആദ്യം തന്നെ കാർഡിന് യൂട്ടിലിറ്റി അനാലിസിസിലെ അസംഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. അതിന്റെ കൂടെ അഡീഷണൽ ഈ 3 അസംഷൻസ് കൂടെ ഉണ്ടെങ്കിൽ അതെന്താണ്, മുഴുവനായിട്ടും ഏകദേശം 9 അസംഷൻസ് ആണ് നമുക്കിവിടെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റിയിൽ പഠിക്കാനുള്ളത്. അപ്പം എന്താണ് ലോ, മേജർ അസംഷൻസ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. അപ്പൊ ഇനി നമുക്ക് കാണേണ്ടത് ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഗോസൻസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് പഠിച്ചപ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടല്ലേ ഡിമാൻഡ് കർവിന്റെ ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിനുള്ള മേജർ റീസൺ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റിയും ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി നമ്മൾ ഇനി എങ്ങനെയാണ് കാണുക, അതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. എ കൺസ്യൂമർ ഈസ് സെഡ് ടു ബി ഇൻ ഇക്വിലിബ്രിയം when he has derived maximum satisfaction and does not want to change his consumption level. Hence, consumer's equilibrium is a situation in which a consumer has maximum satisfaction with limited income and does not tend to change his existing way of expenditure. അപ്പൊ ഒരു കൺസ്യൂമറെ അപേക്ഷിച്ച് ആ കൺസ്യൂമർ എപ്പോഴാണോ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത് ആ സിറ്റുവേഷനിലായിരിക്കും അയാൾ എന്ത് ചെയ്യുക, ഇക്വിലിബ്രിയത്തിലാകുക. അപ്പൊ എന്നെ അപേക്ഷിച്ച് ഞാനൊരു ഇക്വിലിബ്രിയം സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്നൊക്കെ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുക. അതായത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കമ്മോഡിറ്റി എത്രമാത്രം വേണം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആ ഒരു കൺസപ്ഷൻ ലെവൽ ചേഞ്ച് ചെയ്യാതെ നമ്മൾ കീപ്പ് ചെയ്യുന്ന എപ്പോഴായിരിക്കും, എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന സിറ്റുവേഷനിലായിരിക്കും ഞാൻ എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റാൻഡേർഡിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഒരു കൺസ്യൂമറെ അപേക്ഷിച്ച് കൺസ്യൂമർ ഇക്വിലിബ്രിയം ആവുന്ന പൊസിഷൻ എപ്പോഴാണോ അയാൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. As a consumer has to pay for each unit of commodity, he cannot purchase or consume unlimited quantities. Besides, according to law of diminishing marginal utility, as the consumer consume an additional unit of a commodity, the utility derived from the same decreases. Also, by purchasing more unit of a commodity, the income of the consumer decreases. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് വരുന്നത്. നമുക്കറിയാം, നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ വരുന്ന പോയിന്റ് വരെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നിടത്താണ് ഇക്വിലിബ്രിയത്തിൽ എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കറിയാം, നമുക്ക് ഒരിക്കലും അൺലിമിറ്റഡ് കമ്മോഡിറ്റീസ് നമുക്ക് മേടിക്കാൻ സാധിക്കില്ല. നമുക്ക് എപ്പോഴും അവിടെ ഒരു കൺസ്ട്രെയിൻ ഉണ്ട്. ആ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ ഇൻകം ആയിരിക്കും. അപ്പൊ നമ്മുടെ ഗിവൺ ഇൻകം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, നമ്മുടെ സാറ്റിസ്ഫാക്ഷനെ മാക്സിമൈസ് ചെയ്യാൻ സാധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള ആ ഇൻകത്തെ യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്താൻ സാധിച്ചാലാണ് ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലാകുക എന്നാണ് നമ്മൾ പറയുക.
Therefore, the aim of the rational consumer is to balance his expenditure in a way that he gets maximum satisfaction by spending a minimum amount of income. And when the consumer successfully accomplishes his aim, he is said to be in equilibrium. അപ്പം മിനിമം എക്സ്പെൻഡിച്ചർ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മാക്സിമം സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്താൻ സാധിച്ചാലാണ് അവിടെ എന്ത് വരിക, ഒരു റാഷണൽ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലാകുക എന്ന് പറയാം. അപ്പം ഈ ഇക്വിലിബ്രിയം സിറ്റുവേഷൻ പഠിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് കണ്ടീഷൻ അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷൻസ് ആയിട്ട് നമുക്ക് ഇതിനെ പഠിക്കാൻ പറ്റും. ഒരു കൺസ്യൂമർ ഒരു സിംഗിൾ കമ്മോഡിറ്റിയിൽ മാത്രം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അയാൾ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലാകുക. ഇനി അതുപോലെ തന്നെ ഒരു കൺസ്യൂമർ ഒന്നിൽ കൂടുതൽ കമ്മോഡിറ്റീസിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അയാൾ ഏത് സിറ്റുവേഷനിലാണ് ഇക്വിലിബ്രിയം ആകുക. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് ആണ് നമുക്ക് ഇനി കാണേണ്ടത്. അതാണ് ഒരു പർട്ടിക്കുലർ കൺസ്യൂമർ എൻറ്റയർ ഇൻകം എന്ന് പറയുന്ന ഒരു സിംഗിൾ കമ്മോഡിറ്റിയിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഇക്വിലിബ്രിയം സിറ്റുവേഷൻ എവിടെയാണ്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താണ്. ഇനി അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ കമ്മോഡിറ്റീസിൽ നമ്മൾ ഇൻകം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടുത്തെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. അപ്പം ഇനി നമുക്ക് കാണേണ്ടത് ഈ രണ്ട് സിറ്റുവേഷൻസ് ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഒന്നിൽ കൂടുതൽ കമ്മോഡിറ്റി അല്ലെങ്കിൽ രണ്ട് കമ്മോഡിറ്റിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം സിറ്റുവേഷൻ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന പർട്ടിക്കുലർ തിയറി നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ആദ്യം നമുക്ക് കാണേണ്ടത് എന്താണ്, ഈ സിംഗിൾ കമ്മോഡിറ്റി കേസ് ആണ്. ദ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഇൻ ദ കേസ് ഓഫ് എ സിംഗിൾ കമ്മോഡിറ്റി ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഹെൻസ് to study the case of a single commodity, all the assumptions of law of diminishing marginal utility is considered in this study. A consumer purchases a single commodity will be at equilibrium when he buys a commodity in such a quantity that he gives him maximum satisfaction. Besides, the two factors which affect the number of units of the given commodity to be consumed are the price of a given commodity and marginal utility from each successive unit. അപ്പം ഇവിടെ ഒരു സിംഗിൾ കമ്മോഡിറ്റി കേസിൽ നമ്മൾ ഇക്വിലിബ്രിയം പഠിക്കുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഒന്ന് എന്താണ്, ആ കമ്മോഡിറ്റിയുടെ പ്രൈസ് വളരെ ഇമ്പോർട്ടന്റ്. രണ്ടാമത്തെ എന്താണ്, ഓരോ അഡീഷണൽ യൂണിറ്റിനും അവർക്ക് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി. അപ്പം ഈ രണ്ട് വേരിയബിൾസിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇക്വിലിബ്രിയം പഠിക്കാൻ പോവുക. അപ്പം ഇവിടെ എന്താണ്, പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ കമ്മോഡിറ്റി ഓരോ യൂണിറ്റ് അഡീഷണൽ ആയിട്ട് കൺസ്യൂം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന യൂട്ടിലിറ്റി, അതായത് മാർജിനൽ യൂട്ടിലിറ്റിയും, ഈ രണ്ട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ പറയുക. In order to determine the equilibrium point, the consumer compare the price of a given commodity with the satisfaction level derived from it. Being a rational consumer, he will be an equilibrium level when the price paid for the commodity is equal to the marginal utility. അപ്പൊ ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, ഒരു കൺസ്യൂമർ, ഒരു റാഷണൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം ആവുന്ന പോയിന്റ് എന്താണ്, ഈ കൺസ്യൂമറുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, ആ കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ ലഭിക്കുന്ന മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ പ്രൈസിനോട് ഈക്വൽ ആകുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് വിളിക്കുക. ദ ജനറൽ റൂൾ ഈസ് ദാറ്റ് given the price of the commodity, the consumer decided to buy the quantity of it which equate its marginal utility with its price. MUX equal to PX എന്ന് പറയുന്നതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു കൺസ്യൂമർ, ഒരു റാഷണൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം ആകുന്ന പോയിന്റിനെ നമ്മൾ എന്താ വിളിക്കുക, മാർജിനൽ യൂട്ടിലിറ്റി MUX is equal to PX എന്ന് പറയുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആയിട്ട് നമ്മൾ കാണുക. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ സിംഗിൾ കമ്മോഡിറ്റി കേസിൽ ഒരു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ പ്രൈസിനോട് ഈക്വൽ ആവുന്ന പോയിന്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് വിളിക്കുക. ഇനി ഇതിൽ 3 സിറ്റുവേഷൻസ് വരാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള കണ്ടീഷൻ വരാം, അതല്ലാതെ അഡീഷണൽ 2 സിറ്റുവേഷൻസ് കൂടെ വരാം. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്, ഇഫ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ PX, the consumer can increase the welfare by purchasing more of commodities, X commodities. അതായത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് പ്രൈസിനേക്കാളും കൂടുതലാണ്. അതായത് ആ കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ പ്രൈസിനേക്കാളും കൂടുതൽ മാർജിനൽ യൂട്ടിലിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും, കൂടുതൽ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കും. അതെന്താ, പ്രൈസിനേക്കാളും കൂടുതലാണ് മാർജിനൽ യൂട്ടിലിറ്റി. ഇനി മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ പ്രൈസ് ആണെങ്കിൽ എന്തായിരിക്കും, നിങ്ങൾ അത് കൺസ്യൂം ചെയ്യുന്നത് കുറയ്ക്കും, കൺസ്യൂമേഷൻ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഇനി എപ്പോഴാണോ മാർജിനൽ യൂട്ടിലിറ്റി പ്രൈസിനോട് ഈക്വൽ ആവുന്നത് ആ പോയിന്റിലായിരിക്കും നിങ്ങളുടെ എന്ത് ചെയ്യുക, ഇക്വിലിബ്രിയം കൺസപ്ഷൻ. അതായത് അത്രയും യൂണിറ്റ് ആയിരിക്കും നിങ്ങൾ ബൈ ചെയ്യുക കണ്ടിന്യൂസ്ലി. കാരണം എന്താണ്, മാർജിനൽ യൂട്ടിലിറ്റിയും പ്രൈസും
ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ 3 സിറ്റുവേഷൻസ് ഉണ്ടാകാം. ഒന്നെങ്കിൽ ആ കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഗ്രേറ്റർ ദാൻ പ്രൈസ് ആണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൂടുതൽ ബൈ ചെയ്യാം. എന്താ, എഗെയിൻ നിങ്ങൾക്ക് ആ MUX ഈക്വൽ ടു PX വരെ എന്ത് ചെയ്യാം, അഡീഷണൽ ആയിട്ട് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കാം. ഇനി MUX എന്ന് പറയുന്നത് ലെസ് ദാൻ PX ആണെങ്കിൽ എന്തായിരിക്കും, അവിടുത്തെ കൺസപ്ഷൻ നിങ്ങൾ കട്ട് ഡൗൺ ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യും, MUX ഈക്വൽ ടു PX ആകുന്ന പോയിന്റ് വരെ കട്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ 3 സിറ്റുവേഷൻസ് ആണ് കാണുക. അപ്പൊ ഇവിടെ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ആണ്. ഇവിടുത്തെ എക്സ് ആക്സിസ് തന്നിരിക്കുന്നത് എന്താണ്, യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റീസ് ആണ്. എക്സ് കമ്മോഡിറ്റിയുടെ യൂണിറ്റ് ആണ് എക്സ് ആക്സിസ് തന്നിരിക്കുന്നത്. വൈ ആക്സിസിൽ മാർജിൻ യൂട്ടിലിറ്റിയും പ്രൈസും ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം മാർജിൻ യൂട്ടിലിറ്റി എന്താണ്, ഡിമിനിഷിംഗ് ആണ്. അപ്പൊ മാർജിൻ യൂട്ടിലിറ്റി കർവ് ഇവിടെ റെഡ് ലൈന് കാണിച്ചിരിക്കുന്നത് എന്താണ്, ഡിമിനിഷിംഗ് ആയിട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഇവിടുത്തെ മാർജിൻ യൂട്ടിലിറ്റി 30 ആണ്. സെക്കൻഡ് യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ 20 ആണ്. തേർഡ് യൂണിറ്റ് വരുമ്പോൾ 10 ആണ്. ഫോർത്ത് യൂണിറ്റ് വരുമ്പോൾ 0 ആവുന്നു. ഫിഫ്ത് യൂണിറ്റ് ആകുമ്പോൾ താഴേക്ക് പോകുന്നു, നെഗറ്റീവ് ആവുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ് ആണ്. അപ്പം ഈ കമ്മോഡിറ്റിയുടെ പ്രൈസിനെയാണ് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ കർവ് വെച്ച് കാണിച്ചിരിക്കുന്നത്. ഹൊറിസോണ്ടൽ ലൈനിൽ കാണിച്ചിരിക്കുന്നത് എന്താ, PX ആണ്. അതായത് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി ആണ് 10 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താ, ഈ പ്രൈസിനോ ഈക്വൽ ആകുന്ന പോയിന്റ് ഏതാ, ഈ E എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റ്. E എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റിൽ എന്താണ്, മാർജിൻ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു PX എന്ന് പറയുന്ന കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നു. അപ്പൊ ഇവിടുത്തെ E എന്ന് പറയുന്ന പോയിന്റിലാണ് കൺസ്യൂമർ എന്താവുക, ഈക്വിലിബ്രിയം പോയിന്റിലാണ്, ഈക്വിലിബ്രിയം സിറ്റുവേഷനിൽ വരുന്നത് ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലാണ്. അപ്പം ഇവിടുത്തെ എന്താണ്, ഈ ഒരു പർട്ടിക്കുലർ ഈക്വിലിബ്രിയം കണ്ടീഷനെ ഫുൾഫിൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു PPTs ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, വേർഡ്സിൽ തന്നിരിക്കുന്നത്. ഒന്ന് PPT പോസ്റ്റ് ചെയ്ത് ഒന്ന് വായിച്ചു നോക്കാം. നമുക്കിനി അടുത്തതായിട്ട് കാണേണ്ടത് ഈ പറയുന്ന കണ്ടീഷൻ, ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താണെന്ന് പഠിച്ചു. അപ്പൊ നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നിന്ന് ഇനി ഡിമാൻഡ് കർവിനെ, അല്ലെങ്കിൽ ഈ ഒരു ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി നിന്ന് ഡിമാൻഡ് കർവിനെ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. അപ്പൊ നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത് എന്താ, ഡിമാൻഡ് കർവിന്റെ ഏതാണ് സ്ലോപ്പ്, നെഗറ്റീവ് സ്ലോപ്പ് വരാനുള്ള റീസൺ ആയിട്ടാണ് നമ്മൾ കാണുക. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി സിംഗിൾ കമ്മോഡിറ്റി കേസിൽ എങ്ങനെയാണ് ഈ ഇക്വിലിബ്രിയം കണ്ടീഷൻ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഡിമാൻഡ് കർവിനെ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക എന്നുള്ള അടുത്ത് കണ്ട. ദ മെയിൻ പർപ്പസ് ഓഫ് സ്റ്റഡിങ് ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഈസ് ടു ഡിറൈവ് ദ ഡിമാൻഡ് കർവ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. ഇൻ ഓർഡർ ടു ഡിറൈവ് ദ ഡിമാൻഡ് കർവ് ബൈ ദ കാർഡിനൽ അപ്രോച്ച് we have to consider the single commodity case where the consumer reaches to his equilibrium at the point where MUX is equal to PX. അപ്പം ഇവിടെ നമ്മൾ എന്താണ്, ഈ സിംഗിൾ കമ്മോഡിറ്റി കേസിൽ നമ്മൾ എന്താണ് ഈ പറയുന്ന കണ്ടീഷൻ MUX is equal to PX എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണ് യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ ഇവിടെ 2 പാനൽസ് തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഈ ലെഫ്റ്റ് ഹാൻഡിൽ കാണുന്ന പാനലാണ്. ഈ ലെഫ്റ്റ് ഹാൻഡിൽ കാണുന്ന പാനൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ കാണിച്ചിരുന്ന മാർജിൻ യൂട്ടിലിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ മാർജിൻ യൂട്ടിലിറ്റി കർവ് ആണ് ഈ ബ്ലൂ ലൈനിൽ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. എക്സ് ആക്സിസ് കാണിച്ചിരിക്കുന്നത് എന്താണ്, ക്വാണ്ടിറ്റി ആണ്. വൈ ആക്സിസ് കാണിച്ചിരിക്കുന്നത് മാർജിൻ യൂട്ടിലിറ്റി ആണ്. ഇനി റൈറ്റ് സൈഡിലെ കർവ് നിങ്ങൾ നോക്കിയാൽ ഇവിടെ P0, P1, P2, P3 എന്ന് പറഞ്ഞ പ്രൈസ് തന്നിട്ടുണ്ട്. QX എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ആണ് എക്സ് ആക്സിസ് തന്നിരിക്കുന്നത്. അപ്പം ഇനിഷ്യലി നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ ഇനിഷ്യൽ ഇക്വിലിബ്രിയം നമ്മളിപ്പം സിംഗിൾ ഇക്വിലിബ്രിയം നമ്മൾ ഇവിടെ കണ്ടിരുന്നു അല്ലെ. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ സിംഗിൾ ഇക്വിലിബ്രിയം ഇല്ലേ, ഇതുപോലെയുള്ള കണ്ടീഷൻ ആണ് ഇവിടെ ഓരോ E0, E1, E2, E3 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ആ. ഇനിഷ്യലി ഇവിടെ എന്താണ്, ഒരു കൺസ്യൂമർക്ക് P0 എന്ന് പറയുന്ന പ്രൈസ് ലെവല് ആ കമ്മോഡിറ്റിയുടെ ഇക്വിലിബ്രിയം വരുന്നത് MU0 അല്ലെങ്കിൽ E0 എന്ന് പറയുന്ന പോയിന്റ് ആണ്. അതായത് മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്ന E0യും പ്രൈസ് എന്ന് പറയുന്ന P0യും വരുന്ന കണ്ടീഷൻ ആണ്. അപ്പൊ ഈ കണ്ടീഷൻ എന്താണ്, MU0 is equal to P0 എന്നുള്ളത് കറക്റ്റ് അല്ലേ? അതായത് നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താ, മാർജിൻ യൂട്ടിലിറ്റി മസ്റ്റ് ബി ഈക്വൽ ടു ദി പ്രൈസ് ഓഫ് ഗുഡ് എക്സ് എന്നല്ലേ. മാർജിൻ യൂട്ടിലിറ്റി ഓഫ് എക്സ് മസ്റ്റ് ബി ഈക്വൽ ടു ദി പ്രൈസ് ഓഫ് എക്സ് എന്നാണ്. അപ്പൊ ഇവിടെ MU0 എന്ന് പറയുന്നത് ഈക്വൽ ടു P0 ആണ്. അതുകൊണ്ടാണ് ഈ ലൈൻ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ എന്താണ്, ഇനിഷ്യൽ പോയിന്റിൽ E0 എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റ് ആണ് കൺസ്യൂമർക്ക് വരിക. ഇനി ഇവിടെ എന്താ സംഭവിക്കുക, ഈ കമ്മോഡിറ്റിയുടെ പ്രൈസ് ഫോൾ ചെയ്തെന്ന് വിചാരിക്കുക. പ്രൈസ് ഫോൾ ചെയ്തു, അതായത് P0യിൽ നിന്ന് P1 ആയിട്ട് പ്രൈസ് ഫോൾ ചെയ്യുന്നു. അപ്പൊ P0യിൽ നിന്ന് P1 ആയിട്ട് പ്രൈസ് ഫോൾ ചെയ്യുമ്പോൾ ഇവിടെ ഗ്രേറ്റർ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ്, നമ്മൾ ഓൾറെഡി കണ്ടീഷൻ കണ്ട. അപ്പൊ E0യിൽ നിന്ന് P1 ആയിട്ട് പ്രൈസ് ഫോളോ ചെയ്തു, മാർജിൻ യൂട്ടിലിറ്റി
mu0 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ? mu0 ഈസ് ഗ്രേറ്റർ ദാൻ P1 ആണ് അല്ലെ? P1 എന്ന് പറയുന്നത് ലെസ് ആണ് മാർജിൻ, അതായത് മാർജിൻ യൂട്ടിലിറ്റി ഗ്രേറ്റർ ആണ്. അപ്പൊ ഇക്വിലിബ്രിയം എന്നാ ഡിസ്റ്റർബ് ചെയ്തു. നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? മാർജിൻ യൂട്ടിലിറ്റിയും പ്രൈസും ഈക്വൽ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ E എന്ന് പറയുന്ന പോയിന്റിലായിരുന്നു ഇക്വിലിബ്രിയം. ആ പോയിന്റിലായിരുന്നപ്പോൾ P0യും മാർജിൻ യൂട്ടിലിറ്റിയും ഈക്വൽ ആണ്. പ്രൈസ് ഫോളോ ചെയ്തപ്പോൾ ഇക്വിലിബ്രിയം എന്ത് ചെയ്തു? ഡിസ്ട്രാക്ട് ചെയ്യപ്പെട്ടു, ഇക്വിലിബ്രിയം പോയിന്റ് മാറി. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ? mu0 എന്ന് പറയുന്നത് അതായത് മാർജിൻ യൂട്ടിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ P1 ആണ്. മാർജിൻ യൂട്ടിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ P1 ആണ്. അപ്പൊ ഇവിടെ എന്താണ്? അഡീഷണൽ ആയിട്ട് കൂടുതൽ മാർജിൻ യൂട്ടിലിറ്റിയാ. അപ്പം ഈ മാർജിൻ യൂട്ടിലിറ്റിനെ ഡിക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ അഡീഷണൽ ആയിട്ട് യൂണിറ്റ് കൺസ്യൂം ചെയ്യണം. അപ്പൊ ഇനിഷ്യലി നോക്കുക, ഇനിഷ്യലി mu0 എന്ന് പറയുന്ന E0 എന്ന് പറയുന്ന പോയിന്റിൽ കൺസ്യൂം ചെയ്യുന്നത് OQ0 ആണ്. OQ0 എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ 0Q0 എന്ന് പറയുന്ന പോയിന്റ് ആണ് ക്വാണ്ടിറ്റി എന്ത് ചെയ്തത്? കൺസ്യൂം ചെയ്തത്. ഇവിടെ ആണെങ്കിൽ എന്താ? ഇവിടെ Q0 എന്ന് പറയുന്ന അത്രയാണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ പ്രൈസ് ഫോളോ ചെയ്തു. പ്രൈസ് ഫോളോ ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? ഈ പറയുന്ന മാർജിൻ യൂട്ടിലിറ്റി ചേഞ്ച് ചെയ്തിട്ടില്ല, പ്രൈസ് ചേഞ്ച് ചെയ്തു. അപ്പൊ ഇവിടെ ഇനി ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് E1ലേക്ക് മാറണം. E1ലേക്ക് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മാർജിൻ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യണം. മാർജിൻ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് വരാം. അതായത് ഇവിടെ mu1 ഈക്വൽ ടു P1 എന്നുള്ള ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ അവിടെ എന്താണ്? അഡീഷണൽ Q0 Q1 എന്ന് പറയുന്ന അഡീഷണൽ ക്വാണ്ടിറ്റി എന്ത് ചെയ്ത് വേണം? കൺസ്യൂം ചെയ്യണം. അപ്പം M0യിൽ നിന്ന് MUയിൽ നിന്ന് M1 ആയിട്ട് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യണം. അതായത് പ്രൈസ് ഫോളോ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഈ ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് തിരിച്ചു വരണമെങ്കിൽ എന്ത് ചെയ്യണം? അഡീഷണൽ കമ്മോഡിറ്റി കൺസ്യൂം ചെയ്താലേ സാധിക്കത്തുള്ളൂ. ഇനി P1 നിന്ന് P2 ആയിട്ട് എന്ത് ചെയ്യണം? പ്രൈസ് ഫോളോ ചെയ്തെന്ന് വിചാരിക്കുക. ഇനി എഗെയിൻ P1 നിന്ന് P2 ആയിട്ട് പ്രൈസ് ഫോളോ ചെയ്തു. അപ്പൊ എഗെയിൻ എന്ത് ചെയ്തു? ഇക്വിലിബ്രിയം ഡിസ്റ്റർബ് ചെയ്തു. അതായത് mu1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ P2 ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ mu1നെ അല്ലെങ്കിൽ മാർജിൻ യൂട്ടിലിറ്റിനെ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യണം. അപ്പൊ അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ എന്താവും? E2 എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റിൽ വരും. അപ്പം mu2 എന്ന് പറയുന്നത് P2നോട് ഈക്വൽ ആവുന്നു. അപ്പൊ എന്താ? ഈ ഓരോ യൂണിറ്റിലും ഇവിടെ എന്താ? അഡീഷണൽ ആയിട്ട് ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്യുന്നുണ്ട്. Q1 നിന്ന് Q2 ആയിട്ട് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യണം. അപ്പൊ മാർജിൻ യൂട്ടിലിറ്റിയും പ്രൈസും തമ്മിലുള്ള ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? കൺസ്യൂമർ ഈ പ്രൈസ് ഫോളോ ചെയ്യുമ്പോൾ ഓരോ അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യണം അല്ലെ? അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ? പ്രൈസ് ഫോളോ ചെയ്യുന്നതനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് സംഭവിക്കുന്നു? ഇൻക്രീസ് സംഭവിക്കുന്നു. അപ്പൊ ഈ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ മാർജിൻ യൂട്ടിലിറ്റിയും പ്രൈസും തമ്മിലുള്ള ഇക്വാലിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ? ലോ ഓഫ് ഡിമാൻഡ് തന്നെയാണ്. ലോ ഓഫ് ഡിമാൻഡിൽ എന്താ പറയുക? പ്രൈസ് ഫോളോ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യണം, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ് ചെയ്യണം. അപ്പം ഈ കണ്ടീഷൻ ഇവിടെ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കാണാൻ സാധിക്കത്തില്ലേ? ഇത് തന്നെയാണ് നമുക്ക് ഈ പറയുന്ന ഓരോ പോയിന്റുകളെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താ? ഡിമാൻഡ് കർവിനെ ലഭിക്കും, ഡിമാൻഡ് കർവിനെ കിട്ടുന്നു. അപ്പം ഇവിടെ P0 നിന്ന് P1 ആയപ്പം എന്തായി? Q0 Q1 ആയിട്ട് ക്വാണ്ടിറ്റി റൈസ് ചെയ്തു. P1 നിന്ന് P2 ആയിട്ട് പ്രൈസ് ഫോളോ ചെയ്തപ്പോൾ എന്തായി? Q1 നിന്ന് Q2 ആയിട്ട് പ്രൈസ് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തു. P2 നിന്ന് P3 ആയിട്ട് പ്രൈസ് ഫോളോ ചെയ്തപ്പോൾ Q2 നിന്ന് Q3 ആയിട്ട് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഈ പോയിന്റുകളെ എല്ലാം നമ്മൾ സ്ട്രെച്ച് ചെയ്ത് അല്ലെങ്കിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഡിമാൻഡ് കർവ് എന്ന് കിട്ടുന്നു. അതായത് ലോ ഓഫ് ഡിമാൻഡിന്റെ എക്സ്പ്ലനേഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം മാർജിൻ യൂട്ടിലിറ്റിയും പ്രൈസും തമ്മിലുള്ള ഇക്വാലിറ്റിയാണ് ഇക്വിലിബ്രിയം പോയിന്റ്. അപ്പൊ കൺസ്യൂമർ ഇക്വിലിബ്രിയം പോയിന്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും, പ്രൈസ് ഫോളോ ചെയ്യുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലോ ഓഫ് ഡിമാൻഡ് തന്നെ പറഞ്ഞിരിക്കുന്ന എക്സ്പ്ലനേഷൻ ആണ് കൃത്യമായിട്ട് കിട്ടുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് വായിച്ചു നോക്കുക. ഞാനൊന്ന് ജസ്റ്റ് വായിച്ചു വിടാം. The left hand panel shows the equilibrium of the consumer under Cardinal approach. It shows that if the price of the commodity changes, then the equilibrium quantity where the consumer maximizes its utility is also changes. Suppose that the consumer is in equilibrium point at point E0. E0 എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ കണ്ട ഇതാണ് E0. Where given the price of X at the P0, mu(x) is equal to P0. Here the equilibrium quantity is 0 Q0. Now if the price of the commodity fall to P1, P1ലേക്ക് price fall ചെയ്യുന്നു, the equilibrium condition will be disturbed, making mu(x) is greater than P0. Since mum is constant, the only way to attain the equilibrium again is to reduce mu(x), അതായത് മാർജിൻ യൂട്ടിലിറ്റി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. This can be done only by buying more of the commodity X. Thus, by consuming Q0 Q1 additional unit of X,
he reduces his marginal utility of X to E1 Q1 and thereby restore the equilibrium condition, that is mu X is equal to P1. Similarly, if the price falls further, he buys and consume more to maximize his satisfaction. As we can see from the left panel that as the price of the commodity falls from P0 to P3, the equilibrium quantity where the consumer maximizes his utility increases. However, when we stretch the equilibrium points derived at left panel to right, then we can see from the right panel that as the price decreases, the quantity of the commodity consumed is increasing, which is depicted in the law of demand. Hence, joining all the equilibrium points, we get the demand curve at the right panel, which is downward sloping, that is showing a negative relationship between price and quantity of the commodity. അപ്പം ഈ പറയുന്ന രണ്ട് പാനലിൽ നിന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന എന്താണ്, ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് ഒരു സിംഗിൾ കമ്മോഡിറ്റി കേസിൽ എങ്ങനെയാണ് ഡിമാൻഡ് കർവിനെ ഡിറൈവ് ചെയ്യാന്നുള്ളതാണ്. അപ്പം വളരെ കൃത്യമായിട്ട് ഡിമാൻഡ് കർവിനെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം ഈ ലോ ഓഫ് ഡിമാൻഡിന്റെ എക്സ്പ്ലനേഷൻ തന്നെയാണ് എന്ത്, ഈ പറയുന്ന ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് കാണേണ്ടത് ലിമിറ്റേഷൻസ് ആണ്. അപ്പൊ ലിമിറ്റേഷൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്തൊക്കെയാണ് ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ ലിമിറ്റേഷൻസ്. അതായത് എല്ലാ കേസസിലും ഇത് ആപ്ലിക്കബിൾ ആകണമെന്ന് നിർബന്ധമില്ല. സെർട്ടൻ കേസസിൽ സെർട്ടൻ ലിമിറ്റേഷൻസ് ഈ ഒരു പർട്ടിക്കുലർ തിയറിക്ക് വരാനുണ്ട്. അതിൽ ആദ്യം പറയുന്നത് സ്യൂട്ടബിൾ യൂണിറ്റ്സ് ആണ്. അപ്പൊ ഇതിവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ നമുക്കറിയാം, നമുക്ക് ചില സാധനങ്ങൾ പേഴ്സ് ആയിട്ട് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ഒരു ഷൂ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല, നമുക്ക് രണ്ട് കാലുണ്ട്. അപ്പൊ രണ്ട് ഷൂ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം ആദ്യം നിങ്ങൾക്ക് ഒരു ഷൂ തന്നു, രണ്ടാമത് ഒരു ഷൂ കൂടെ തന്നാലേ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. അപ്പം ഒരു സ്യൂട്ടബിൾ യൂണിറ്റ്സ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നേരത്തെ അസംഷൻസ് പഠിച്ച സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ആദ്യം ഒരു സ്പൂൺ വാട്ടർ കൊടുത്തിട്ട് കാര്യമില്ല, എന്താ സ്യൂട്ടബിൾ ആയിട്ട് ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ കൊടുത്താലേ ഇത് ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. അപ്പൊ സ്യൂട്ടബിൾ യൂണിറ്റ്സ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ടൈം ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താണ്, ആദ്യം ഒരാൾക്ക് ഒരു വാട്ടർ കൊടുത്തു, പിന്നെ 2 ദിവസം കഴിഞ്ഞ വാട്ടർ കൊടുത്താൽ അല്ലെങ്കിൽ 2-3 മണിക്കൂർ വാട്ടർ കൊടുത്തു കഴിഞ്ഞാലും എന്താ ഈ ലോ ആപ്ലിക്കബിൾ ആണെന്ന് നിർബന്ധമില്ല. നമ്മൾ നടത്തുന്ന കൺസപ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ, ഒരാൾക്ക് വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു ചപ്പാത്തി കൊടുത്തു, പിന്നെ 2 ദിവസം കഴിഞ്ഞ് അടുത്ത ചപ്പാത്തി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, രണ്ടാമത്തെ ദിവസം എന്താ അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പം ഇവിടെ എന്താണ്, ടൈം ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ടേസ്റ്റ്, ഫാഷൻ ആൻഡ് ഇൻകം. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതൊന്നിൽ കൂടുതൽ കിട്ടിയാലും നമ്മൾ ചിലപ്പോൾ എന്തായിരിക്കും, നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇനി ചില ഫാഷൻസ് എന്താണ്, ഓരോ അഡീഷണൽ പുതിയ ഫാഷൻസിൽ ഡ്രസ്സൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എന്താണ് കൂടുതൽ സന്തോഷം ഉണ്ടാകാറുണ്ട്. പിന്നെ ഇൻകം ഇൻക്രീസ് ചെയ്താലും സംടൈംസ് എന്ത് ചെയ്യാം, നമ്മളെ ഈ പറയുന്ന ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആപ്ലിക്കബിൾ ആണെന്ന് നിർബന്ധമില്ല. ഇനി ആന്റിസിപ്പേറ്റഡ് അവൈലബിലിറ്റി ഓഫ് ദി കമ്മോഡിറ്റി. അപ്പം നമ്മുടെ ഈ പറയുന്ന മാർജിന, ഈ ഒരാൾക്ക് തോന്നുവാണ് അയാൾക്ക് എന്താണ്, ഇയാള് ഇപ്പൊ കൺസ്യൂം ചെയ്യുന്ന കമ്മോഡിറ്റി ഇനി ഒരിക്കലും കിട്ടില്ല, ഇല്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം, കുറച്ച് നാളുകൾക്ക് ശേഷം തിരിച്ച് കിട്ടത്തുള്ളെങ്കിൽ എന്ത് ചെയ്യും, അയാൾ ഒന്നിൽ കൂടുതൽ കൺസ്യൂം ചെയ്താലാണ് അയാൾക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ കൊടുത്തു, ഇനി അയാളോട് പറയുവാണ് ഇനി ഇയാൾക്ക് ഇപ്പൊ എത്ര വേണേലും കുടിക്കാം, ഇനി എന്താ ഇനി ഉടനെ കിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 എണ്ണോ കുടിച്ചാലാണ് അയാൾക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അപ്പം ആന്റിസിപ്പേറ്റഡ് അവൈലബിലിറ്റി ഓഫ് കമ്മോഡിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ കപ്പാസിറ്റി ടു എൻജോയ് എ കമ്മോഡിറ്റി. അപ്പം സെർട്ടൈൻ കമ്മോഡിറ്റീസിന്റെ കേസിൽ നമുക്ക് അതിന്റെ എൻജോയ്മെന്റിനാണ് പ്രാധാന്യം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ പറയുന്നത് നമ്മൾ സോങ്സ് കേൾക്കുന്ന കാര്യം. അപ്പൊ ആദ്യത്തെ സോങ് നമുക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ രണ്ടാമത്തെ സോങ് ആണ് കുറച്ചുകൂടെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ രണ്ടാമത്തെ സോങ്ങിൽ നിന്നാണ് എനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. അപ്പം ഈ കേസസിലും എന്താണ്, ഈ ലോയ്ക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനി റെയർ കളക്ഷൻസ്, നമുക്കറിയാം സ്റ്റാമ്പ്, കോയിൻസ് പോലെയുള്ള റെയർ കളക്ഷൻസ് നമുക്ക് ഒന്നിൽ കൂടുതൽ കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുക, കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക അല്ലെ. ചില റെയർ ആയിട്ടുള്ള കാര്യങ്ങൾ, പെയിന്റിങ്സ് പോലുള്ള കാര്യങ്ങൾ ഒന്നിൽ കൂടുതൽ കിട്ടുമ്പോഴാണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. ഈ സമയത്തും എന്താണ്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ലിമിറ്റഡ് ആണ്. ഇനി ചേഞ്ചസ് ഇൻ ദ അവൈലബിലിറ്റി ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്. അപ്പം ചില കമ്മോഡിറ്റീസിന്റെ കേസിൽ, ഈ കോംപ്ലിമെന്ററി കമ്മോഡിറ്റീസിന്റെ കേസിൽ എന്താണ്, നമുക്ക് ഈ പറയുന്ന കോംപ്ലിമെന്ററി ഗുഡ്സ് കൂടെ കിട്ടിയാലാണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക അല്ലെ. അപ്പം ജോയിന്റ്ലി ഡിമാൻഡ് ചെയ്യുന്ന കമ്മോഡിറ്റീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോംപ്ലിമെന്ററീസ് എന്ന് വിളിക്കുക. അപ്പം ഇങ്ങനത്തെ കേസിലും ഇത് ലിമിറ്റഡ് ആണ്.
ഇനി ലാസ്റ്റ് വൺ ഏതാണ്? പൊസിഷൻ ഇൻ റിലേഷൻ ടു അതർ പേഴ്സൺസ്. നമ്മൾ ചില സമയത്ത് നമ്മുടെ സൊസൈറ്റിയിലെ സ്റ്റാറ്റസിനെ നോക്കാറുണ്ട് അല്ലെ. അപ്പൊ എനിക്ക് 2 കാർ വീട്ടിലുണ്ടെന്ന് പറയുമ്പോഴാണ് കൂടുതൽ എനിക്കാണ് സൊസൈറ്റിയിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ടാകുക, അല്ലെങ്കിൽ 3 കാർ ഉണ്ടെന്ന് പറയുമ്പോൾ എന്താണ് കൂടുതൽ സ്റ്റാറ്റസ് കിട്ടുന്നത്. അപ്പം ഈ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു പ്രസ്റ്റീജ് വാല്യൂ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങളോട് എന്താണ് പലപ്പോഴും ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആപ്ലിക്കബിൾ ആകണമെന്ന് നിർബന്ധമില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, അതിന്റെ മേജർ അസംഷൻസ് എന്താണ്, ഇനി അതുപോലെ തന്നെ കൺസ്യൂമർ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താണ്, ആ കണ്ടീഷൻ വളരെ ഇമ്പോർട്ടന്റ്. എന്താണ്? MUX ഈക്വൽ ടു PX, അതായത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് അതിന്റെ പ്രൈസിനോട് ഈക്വൽ ആകുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇക്വിലിബ്രിയം കണ്ടീഷൻ ആയിട്ട് നമ്മൾ പറയുക. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.